കൊടുത്ത പൈസക്ക് അവിടെ ഫസ്റ്റ് ട്രിപ്പ് പോകുന്നത് നമ്മൾ ചെയ്യുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പ്. പിന്നെന്താ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പോകാൻ ശ്രമിക്കുക അല്ലേ? ട്രിപ്പ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് പോകാൻ ശ്രമിക്കാൻ. പ്ലാൻ ചെയ്യാതെ ഹായ്, വിത്തൗട്ട് ഫിൽറ്ററിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിനായക്, ഞാൻ ഉണ്ണി, ഞാൻ അമൽ, ഞാൻ ഷിബിൻ. ഇപ്പൊ എന്താ പുതിയ വിശേഷങ്ങൾ? ഇന്ത്യ വേൾഡ് പഠിച്ചു. അതെ 13 വർഷത്തിന് ശേഷം ഇന്ത്യ അങ്ങനെ കപ്പ് തൂക്കിയിരിക്കുകയാണ്. വേൾഡ് കപ്പ് T20 17 വർഷത്തിന് ശേഷം. സത്യം പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ഇപ്പൊ ഏത് വേൾഡ് കപ്പ് ആയാലും ഇപ്പം ധോണി ഉണ്ടായിരുന്ന സമയത്തുള്ളതായാലും കഴിഞ്ഞ വർഷം ഇപ്പം ലാസ്റ്റ് നടന്ന ODI ആയാലും നിർഭാഗ്യം എന്നൊരു സാധനം അല്ലേ ഭയങ്കരമായിട്ട് ആണ്. അതായത് എന്ന് വെച്ചാൽ നമ്മള് ഇത് തുടങ്ങും, എന്തുവാ ഗ്രൂപ്പ് സ്റ്റേജിൽ കളി, ഒരു കളി പോലും അൺബീറ്റൻ റണ്ണൊക്കെ നടത്തിയിട്ട് നമ്മള് ഇത് സെമി വരും തോക്കും, അല്ലെ ഫൈനലിൽ വരും. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഇവർ രണ്ടുപേരായിരിക്കും നമ്മളെ ഈ കളിയിൽ നമ്മളെ ലാസ്റ്റ് ഒന്ന് പേടിപ്പിച്ച് കളഞ്ഞു. ഇറങ്ങി ഞാൻ കരുതി പോയി കയ്യിൽ. അക്സർ പട്ടേലിന്റെ ഒരു ഓവർ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും പാതി വഴി എണ്ണിച്ച് തോറ്റ്. അല്ല പട്ടേലിന്റെ ആ ഒരു ഓവർ അടിച്ചു 27 റൺ അടിച്ചു. സംതിങ് അടിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ കരുതി ഇനിയിപ്പോ ആർക്കാ ഓവർ കൊടുക്കുക, ഇനി കിടക്കുകയാണ് 3-4 ഓവർ പോയി കയ്യിൽ നിന്ന് പോയെന്ന് ഞാൻ കരുതി. സത്യം ഞാൻ കരുതി അങ്ങനെ കരുതിയത്. 30 ബോളിൽ 30 റൺ മതി സുഖമായിട്ട്. ഞാൻ ഇങ്ങനെ ആലോചിക്കുക, അതായത് കഴിഞ്ഞ കളിയിൽ ഹാർദിക്കിനെ അടിച്ചു. കഴിഞ്ഞ കളിയിൽ ഹാർദിക്കിനെ നല്ലൊരു അടി കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഒരു ഓവറിൽ 23 റണ്ണം കണ്ട് കഴിഞ്ഞ സെമിയിൽ അടിച്ചായിരുന്നു. ഞാൻ കരുതി ഹാർദിക്കിന് അങ്ങനെ കൊടുക്കൂ. പിന്നെ ജഡേജയ്ക്കും കിട്ടിയിട്ടുണ്ട് നല്ലപോലെ. ആർക്ക് കൊടുക്കും? ഇനി ഓവർ കിടക്കുക. ബുംറയ്ക്ക് ആണ്ട് ഒരു 2 ഓവർ അങ്ങാണ്ട് സംതിങ്ങേ ഉള്ളു. ഉമ്മർക്ക് 2 ഓവറേ ഉള്ളു. എന്തോ ഹാർദിക്കും ബുംറയും കൂടെ ചെയ്തു. ഈ ഹാർദിക്കിന്റെ വിൻ കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ 20%. പുള്ളിയുടെ വിൻ കോൺട്രിബ്യൂഷൻ നമുക്കറിയത്തില്ലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടേ കമന്റ് ഈ ജയിച്ചന്റെ കമന്റ് ഒക്കെ കണ്ടായിരുന്നോ? 7 റണ്ണിനെ കണ്ടല്ലേ ജയിച്ചേ. എല്ലാവരുടെ അടി റിട്ടയർഡ് ആയി പാവപ്പെട്ട വിഷ്ടിയിരിക്കുക. അതിന്റെ ഇടയിൽ ഞാൻ എന്തോ 7 റണ്ണിന് തോറ്റി തല ഫോർ റീസൺ. ഇപ്പൊ റൊണാൾഡോയുടെ ഒരു സാധനം കണ്ടില്ലേ? യൂറോയുടെ തുടങ്ങിയപ്പോ അവന്മാർ എനിക്കൊന്ന് അതിന്റെ അവര് എനിക്കൊന്ന് പ്രൊമോഷൻ ഇട്ട് തല ഫോർ റീസൺ പറഞ്ഞുകൊണ്ട് എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഹേറ്റിനല്ല എല്ലാം പറഞ്ഞ എല്ലാരും ഒരു ട്രോൾ മെറ്റീരിയൽ സംഭവം. ഇന്നലെ അല്ലേ കപ്പ് കൊണ്ട് വന്നത്? ആ സ്ഥലം കണ്ടായിരുന്നു. മുംബൈ ഫുള്ള് നിറഞ്ഞു ഫുള്ളാള് റോഡൊന്ന് കാണാൻ ഫുള്ളാള് വെട്ടം ലൈറ്റ് മാത്രമേ. പക്ഷെ അത് ഭയങ്കര മോബായിരുന്നു. കുറെ പേർക്കൊക്കെ പാടാൻ പറ്റും. അതിന്റെ ഇടയ്ക്ക് ഒരു മരത്തിന്റെ മേളിൽ എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റ് പറഞ്ഞിട്ട് അളിയെ ഫ്രണ്ട് ചെയ്ത് ഫോട്ടോ എടുക്കുന്നത്. ഫോട്ടോ എടുക്കുന്നത് താഴെ ഇന്ത്യൻ ടീം സ്കോഡ് ഫുള്ള് ബസ്സിന് കൊണ്ടുവന്നിട്ട് പോസ് ചെയ്ത് കൊടുക്കുന്നത്. അത് വേറെ ഉണ്ടായിരുന്ന കുറെ പേർക്ക് അപകടമൊക്കെ പറ്റും. മറ്റേ പോസ്റ്റിന്റെ മേളിൽ നിന്നൊക്കെ ഒരുത്തൻ താഴോട്ട് വീഴി അങ്ങനത്തെ സംഭവം. അല്ല ഈ എന്തോ തിരക്കഴിഞ്ഞുള്ള സ്ഥലം കണ്ടായിരുന്നു. ഫുള്ള് ചെരുപ്പുകളും ഫുള്ള് മറൈൻ ഡ്രൈവ് ഫുള്ള് നിറഞ്ഞു. എന്ന് വെച്ചാൽ ഭയങ്കര ആളായിരുന്നു മുംബൈ ഫുള്ള്. അപ്പൊ ചിലർ ഇട്ടേക്കുന്നുണ്ടേ ഇനി അങ്ങ് RCB എല്ലാം ജയിച്ചപ്പോ കത്തിക്കും. RCB എല്ലാം കപ്പെടുത്ത. അല്ല ഇപ്പം എനിക്കൊന്ന് സ്റ്റേഡിയത്തിൽ കയറാനും അത് അതിന്റെ ഒരു വേറൊരു സംഭവം കണ്ടില്ലേ? ഹാർദിക്കിന്റെ തന്നെ അതായത് സെയിം സ്റ്റേഡിയത്തില് പുള്ളി ബൂ ചെയ്ത് വന്നപ്പം പുള്ളി ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്യുന്നു. പുള്ളിയുടെ ഒരു ഇപ്പോഴത്തെ പുള്ളിയുടെ ഒരു മെന്റാലിറ്റി മൈൻഡ് എന്തുമായിരിക്കില്ലേ? പുള്ളിക്ക് തോറ്റവരെ ജയിച്ചു വന്നിട്ടുള്ളൂ. അല്ല അതിന്റെ ഇടയ്ക്ക് ഹാർദിക്ക് മറ്റേ ഈ ഓഡിയൻസിനെ നോക്കി ജയിക്കുന്നത് കാണിക്കുമ്പോ ഒരു ഷർട്ട് എറിയുന്നുണ്ട്. അല്ല പുള്ളിയുടെ അതിന്റെ പ്രോബ്ലം അല്ല പുള്ളിയുടെ കാര്യം ആലോചിച്ച് നോക്കിയാ ഏത് സിറ്റുവേഷനിലാണ് എന്ന് വെച്ചാൽ പേഴ്സണൽ ലൈഫിലും പുള്ളിയുടെ കരിയർ ആയാലും ഇപ്പൊ തന്നെ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ ആയെന്ന് പറഞ്ഞ അന്ന് തൊട്ട് പുള്ളിയെ ട്രോൾ പോവാ. അതിന്റെ ഇടയ്ക്ക് ഗുരുമേ ഗുരു എന്ന് പറയുന്നതിനോട് പുള്ളിയുടെ പേഴ്സണൽ മാറ്റർ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് പുള്ളിയുടെ ആ ഒരു ഫുൾ എന്തൊരു ഹാപ്പി ആയിരിക്കും പുള്ളി. ഭയങ്കരമായിട്ട് മെന്റൽ സ്ട്രെങ്ത്
സമ്മതിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പുള്ളി ലാസ്റ്റ് ഓവർ എറിയുക, പുള്ളിയുടെ മനസ്സിൽ അപ്പൊ എന്തൊക്കെ പോയിട്ടുണ്ടായിരിക്കും ആ ലാസ്റ്റ് ഓവർ അതിന്റെ എല്ലാം കളിക്കണ്ട എന്റെ റിട്ടയർമെന്റ് ശിവന്റെ പ്രഡിക്ഷൻ പക്കയാ. അല്ല ഹാർദിക് കൈ കൊടുത്തില്ല. കളി കണ്ടോണ്ട് തുടങ്ങിയപ്പോ നമ്മള് പറഞ്ഞു പിന്നെ ഹാർദിക്കുന്ന അടിച്ചില്ല ഹാർദിക അടിച്ച് ഇനി എങ്ങാനും അടിക്കാനുള്ള അവസരം കിട്ടിയില്ല. കളിച്ചില്ലായിരുന്നെങ്കിൽ ശിവനെ പോഡ്കാസ്റ്റ് കാണത്തില്ല. ആ അവസ്ഥ വരത്തില്ല. പക്ഷെ ലാസ്റ്റ് അവന്റെ കരച്ചിൽ കണ്ടപ്പോൾ തന്നെ ചങ്ങൊന്ന് പടങ്ങി. എന്തോ കരച്ചിലായിരുന്നു ഇറങ്ങാൻ. അവന് പൊട്ടി പൊട്ടിയും കരയായിരുന്നു. പിന്നെ നീ അറിഞ്ഞോ? കണ്ണിന്റെ ഉള്ളിലിങ്ങനെ വരുന്നു, പക്ഷെ പുറത്തോട്ട് വരുന്നില്ലേ. സങ്കടവും സന്തോഷവും ഒരുമിച്ച് വരുന്നത്. അതുപോലെ എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. തോറ്റോന്ന് പ്രതീക്ഷിച്ച എല്ലാവരും ടീമിയുടെ സത്യോടാ ഞാൻ കരുതി 32 ബോളിലോ എങ്ങാണ്ട് 30 റണ്ണ് മതി അവിടുന്ന് കയറി വരുവാന്ന് പറഞ്ഞാൽ. പിന്നെ ക്ലാസ് ഔട്ട് ഓഫ് നിൽക്കില്ല അടിക്കാൻ വേണ്ടി. ക്ലാസിന്റെ ഒരു വിക്കറ്റ് നമ്മുടെ സൂര്യകുമാറിന്റെ ക്യാച്ച് എടുത്ത് പറയണ്ടോ. അയ്യോ അത് ഭയങ്കര ഭയങ്കര സത്യം ഒരു രക്ഷയില്ല. മൊമെന്റ് ഓഫ് ദി എനിക്ക് ടൂർണമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. മില്ലറിന്റെ നല്ലൊരു catch. എടാ അത് മിസ്സായി. ആ ഒരു മൊമെന്റ് നമ്മൾ ചിന്തിക്കണം. എത്ര പ്രഷർ ഉള്ള ഒരു മൊമെന്റില്ലേ. പക്ഷെ അത് മിസ്സായിരുന്നെങ്കിൽ കളി തോറ്റു. ആ ഒരു വിക്കറ്റ് നിർണായകം. പിന്നെ നോക്കണ്ട പിന്നെ മില്ലർ കളി 7 റണ്ണിനല്ലേ ജയിച്ചത്. കളി ടൈ ആവെങ്കിലും ചെയ്തേനെ. പ്രഡിക്ഷൻ ഉണ്ട്, അതുകൊണ്ടാ ജയിച്ചെന്ന് പറയാം. സംഭവിക്കത്തില്ല. കാര്യമല്ല, അവരുടെ പ്ലേ ഒന്നുമല്ല, ഇവിടെ പ്രഡിക്റ്റർ ഉണ്ട്. നമ്മള് മറ്റേ നമുക്ക് ഷോർട്സ് വീഡിയോ ഇട്ടായിരുന്നല്ലോ, അതിനകത്ത് കളിയും പറയുന്നുണ്ട് നീ കളിയാണോ പ്രഡിക്ഷൻ ഒക്കെ കറക്റ്റാ. അല്ല ഇപ്പൊ പൊതുവെ സംസാരം ഉണ്ട്. നമ്മളിപ്പോ ശിവനെ കൊണ്ടുവന്നത് ഊക്കി നമ്മള് റീച്ച് ആക്കാൻ വേണ്ടി സംസാരം ഉണ്ട്. എല്ലാരും പറയുന്നത് ശിവന് ഫാൻസ് ഉണ്ട്. ഓൾറെഡി ഉള്ളതല്ലേ. ശിവന്റെ ഫാൻസ് ശിവന്റെ ഷോർട്ട് ഫിലിം ഇറങ്ങുന്നത് വരെ അത് കഴിഞ്ഞിട്ട് അവര് ഹേറ്റർ ആവും. അതേപോലെ കൂടും, ഇരട്ടിയാവും. പിന്നെ ഇരട്ടിയാവും തല്ല. എടാ കൽക്കുണ്ടോ? കൽക്ക് കണ്ട് കിട്ടിലും പടം. ശിവനൊക്കെ അവിടെ ശിവൻ പ്രത്യേകിച്ച് ഒരു കന്നഡ ഫാനാണ്. അതെ അതെ അതെ. കന്നഡ അല്ല തെലുങ്ക് സിനിമ. മാക്സിമം തെലുങ്ക് സിനിമ. ഞാൻ എന്റെ മേക്കിങ്ങിന് വേണ്ടിട്ടാ. ഞാൻ KGF കഴിഞ്ഞ പിന്നെ എല്ലാ സിനിമയും കന്നഡയാണ്. ശിവ ഏത് പടം കണ്ടാലും KGFന്റെ അത്ര വന്നിട്ടില്ല. KGF 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാല്ലേ. കൽക്കിയുടെ കാര്യം നോക്കിയാലേ നൈസ് പടാ. പിന്നെ പടം നൈസാ. നമ്മളെ നിരാശപ്പെടുത്തിന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് അത് നമുക്ക് കണക്ട് ആവാത്തയാടാ. ചില കോമഡികൾ ഫസ്റ്റ് ഹാഫ് അല്ല, നിങ്ങൾ ഫസ്റ്റ് ഹാഫ് വേണ്ടി പോകണ്ട. അല്ല, ഈ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്ന സെക്കൻഡ് ഹാഫിലെ സെക്കൻഡ് ഫസ്റ്റ് ഹാഫ് ഒരു ഇന്റർവെൽ ആവുന്നത് അവിടെ ഒരു പീക്ക് വരും. അവിടെ ഒന്ന് കേറി വന്നിട്ട് അവിടെ നിന്നിട്ട് ബാക്കി അവിടെ വരെ ഞാൻ പിന്നെ അവരെ തെലുങ്ക് സിനിമ ആ മൊത്തത്തിലുള്ള കുറെ പേര് ക്യാമിയോ കൊണ്ടുവന്ന് അവരുടെ ഓഡിയൻസിനെ പിടിക്കാൻ വേണ്ടി ഒരു പരിപാടി നടത്തിയതാണ്. കുറെ ഡയറക്ടർമാരും അല്ല എനിക്ക് പറയുന്നതിന് വിട്ട് ഫസ്റ്റ് എനിക്ക് തോന്നിയതാ. അതായത് അവരുടെ ആ ഒരു ഫസ്റ്റ് ഹാഫിന്റെ ഒരു സാധനം കുറെ ലാഗ് നമുക്ക് തോന്നുന്നത് അവിടുത്തെ ഓഡിയൻസിന് കണക്ട് ആവുന്ന കുറെ കോമഡികളും കുറെ ആക്ടേഴ്സും ഡയറക്ടേഴ്സും ഉണ്ട്. നമുക്കത് എന്താണ് ക്യാമിയോ. പക്ഷെ ദുൽഖറിന്റെ ക്യാമിയോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ദുൽഖറിനെ അല്ല ഒരു ക്യാരക്ടർ ഉണ്ട്. ക്യാരക്ടർ ഉണ്ട്, പക്ഷെ ആ സ്ഥാനത്ത് വേറെ ആളെ കൊണ്ടുവന്നാലും അത് വർക്ക് ആയില്ല. എന്തോ ഒരു ക്യാരക്ടർ. അപ്പൊ പക്ഷെ എനിക്ക് തോന്നുന്നത് ഏത് ക്യാരക്ടറാന്ന് എനിക്ക് അറിയത്തില്ല. ഏതോ ഒരു മഹാഭാരതത്തില് ഏതോ ഒരു ക്യാരക്ടർ ഈ പറയുന്നുണ്ട് പ്രായമാവത്തില്ല, അതുപോലെ നിൽക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെ അത് ഈ മഹാവിഷ്ണുവിന്റെ ഏതോ അവതാരമാണ്. പക്ഷെ മനുഷ്യന് മഹാവിഷ്ണു അവതാരം എടുത്തിട്ട് അത് ലീവ് ചെയ്തതാണ്, ആ ബോഡി ലീവ് ചെയ്ത. പക്ഷെ അയാൾക്ക് ഇപ്പൊ പവർ ഇല്ല. ഒരു ഇടയ്ക്കുള്ള ടൈമിലായിരുന്നു ആ പവർ ഉള്ളത്. അയാളുടെ പേര്
പരശുരാമനല്ലേ പരശുരാമനാണോ? ആ മറ്റേ മഴൂറിന് കേരളം ആ, ഉണ്ടെങ്കിൽ അതെ, അതെ. അതന്നെ അത് മലയാളികൾക്ക് അറിയത്തുള്ളത്. ആ, അതിലോട്ട് വരുന്ന പരശുരാമനെ അല്ല അങ്ങനെ പറയുന്നത് പരശുരാമന്റെ ഒരു ഇതായിട്ടാണ് ദുൽഖറിനെ കാണിക്കുന്നത്. അതായത് പ്രായം അങ്ങനെ തോന്നിക്കത്തില്ല, ആ. പ്രായം വെക്കത്തില്ല ആ, ഇവരെ ഈ കൽക്കിയും കർണനെയും പുള്ളിയാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ഓ അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊന്നും നമ്മൾ നോക്കണ്ട, എന്തായാലും നമ്മൾ കൊടുത്ത പൈസക്ക് എനിക്ക് തോന്നിയതാ അല്ല, ദുൽഖറിന്റെ ഇവരെ ക്യാരക്ടറിന് അതിന്റെ ഒരു കുറച്ച് മഹാഭാരതം സംഭവമൊക്കെ അറിഞ്ഞാൽ മഹാഭാരതം. ഓ ഞങ്ങള് പടം കാണാൻ പോയപ്പോ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ഒരു മഹാഭാരതം ഉണ്ടായിരുന്നു. മഹാഭാരതത്തിന്റെ fan ഉണ്ട്. ആ ഹിസ്റ്ററി ഒക്കെ അറിഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവത്തുള്ളൂ. ഇപ്പൊ ഒന്നും അറിയാത്ത ഈ അശ്വതാണെന്ന നെറ്റിയിലൊരു സാമാനം കൊണ്ട് നടക്കുന്നത് ഇയാൾ ആരാ നേരെ ചോദിക്കേണ്ട അവസ്ഥ വരില്ലേ? അല്ല അത് മറ്റേ ഞങ്ങള് സിനിമ പോയടാ. ഞങ്ങള് ഒരു ടിക്കറ്റ് ഞങ്ങൾക്ക് എക്സ്ട്രാ ഉണ്ട്. ഞങ്ങളെ കുറെ പേരെ വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു ഒരാളെ ഞങ്ങൾ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ വേണോ വന്നിട്ട് തിയേറ്ററിൽ നിന്ന് ഒരാളെ വിളിച്ച് അളിയൻ വന്നിട്ട് തിയേറ്ററിൽ നിന്നല്ല, തിയേറ്റർ കൗണ്ടറിന്റെ അവിടെ ടിക്കറ്റ് എടുക്കാൻ പോവാ. അതെ ചേട്ടാ ഒന്ന് വരുമോ, എന്താ ഞങ്ങളുടെ ഈ ടിക്കറ്റ് ഉണ്ട്, ഞങ്ങൾ മിഡിൽ സീറ്റിൽ നല്ലോണം കാണാൻ പറ്റും, അത് കുഴപ്പമില്ല, പുള്ളിക്ക് എവിടെയായാലും പടം കണ്ടായിരുന്നു. പുള്ളിക്കാരായാലും പടം കണ്ടാൽ മതി. അങ്ങനെ വിളിച്ചിരുന്നു ഞാൻ. പിന്നെ നമ്മളെ തിയേറ്ററിൽ ഇരുന്ന് സംസാരിച്ചു. അല്ല നിങ്ങൾ രണ്ടാമത്തോട്ടം കാണാൻ ആ, അതന്നെ. രണ്ടാമത്തെ ഞാൻ ഫസ്റ്റ് ടൈം പോയത്, നീ ഫസ്റ്റ് ഞാൻ first പോയി. രണ്ടാമത് ഞാൻ രണ്ടാമത് പോയി. അങ്ങനെ പുള്ളി അടുത്തിരുന്ന് പുള്ളിയോട് വെച്ച് എന്തോ പരിപാടി, ഞാൻ നല്ലൊരു ജോലിയുള്ള പുള്ളിയാ, എല്ലാവരും ജോലിയൊക്കെ പറഞ്ഞു. നമ്മൾ വിചാരിച്ച് സ്റ്റാൻഡേർഡ് ഒക്കെ എനിക്കില്ല, എന്റെ ലെവലിന് സാറ് ഇവിടെ work ചെയ്യുന്നു, കൃഷി ഓഫീസിൽ. മറ്റേത് തിയേറ്ററിൽ പോകുമ്പോൾ മറ്റേ ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് കാണിക്കത്തില്ലേ, അവിടെ തൊട്ട് വിസിലടിക്കുന്നവനെ അതല്ല അങ്ങനെ ഒരു പടം ഉണ്ണി വന്നില്ല. ഉണ്ണി കുറച്ച് ഞാൻ late 5 മിനിറ്റ് 10 മിനിറ്റ് ലേറ്റ് ആയി. നീ ആണപ്പം ആളെ വിളിച്ച് സെറ്റാക്കി. അവിടെ നാളെ ഇരുന്ന പുള്ളി നമ്മളെ തൊട്ട് അടുത്തിരിക്കുക. അങ്ങനെ പുള്ളിയായിട്ട് പടം കൂടെ തുടങ്ങിയപ്പോഴത്തേന് പുള്ളി എണ്ണീക്കുന്നു, കൈ വിസിലടിക്കുന്നു. എന്നിട്ടേ നമ്മളിങ്ങനെ പടം കണ്ടോണ്ടിരിക്കുന്നത് അതെ അടുത്തതല്ല വലിയ ഇതിലോട്ടെ. അതിന്റെ ഇടയ്ക്കാണ് ഞാൻ കയറി അത് ഉണ്ണി വന്നു കേട്ടോ. ഉണ്ണി വന്നപ്പോ ഞാൻ പറഞ്ഞു, ഉണ്ണി ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ ഇരി, ഞാൻ ഇപ്പുറത്തോട്ട് മാറി. എടാ എനിക്കത് അറിയത്തില്ല. പടത്തിന്റെ കുറെ ഭാഗങ്ങൾ കഴിഞ്ഞിട്ട് അളിയൻ ഇറങ്ങിപ്പോയി. അളിയൻ പടത്തിന്റെ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയി. അപ്പൊ എന്റെ അടുത്ത് ചെയ്യുന്നേ പോയ പുള്ളി തിരിച്ചു എങ്ങോട്ടേലും അല്ല, അവൻ കാശൊന്നുമില്ല. അതൊക്കെ കളിക്കെ പറ്റി സംസാരിക്കുന്ന ഇടയ്ക്ക് ഒരു സിനിമ കിട്ടും നമ്മുടെ മലയാളത്തിലെ ഗഗനചാരി. ഒരു വിഷ്വൽ ട്രീറ്റ് ആ പടം. സത്യം അതെ, എല്ലാവർക്കും അത് കണക്ട് ആവാൻ പറ്റത്തില്ല. പക്ഷെ അതിന്റെ ഒരു സ്കേപ്പ് പിടിച്ചേക്കുന്നത് പല സാധനങ്ങളും ഇനിയും അതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെ അവർ ബഡ്ജറ്റ് കുറവാണ്. കുറച്ചുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ പുള്ളിയുടെ ആദ്യത്തെ സംവിധാനം ആ പടം. പക്ഷെ എനിക്കൊന്നും അതിനകത്ത് മറ്റേ മണിയൻ ചിറ്റപ്പൻ എന്ന് പറഞ്ഞൊരു അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ അവർ വെച്ചേക്കുന്ന ഒരു സാധനമുണ്ട്. പക്ഷെ അത് നൈസായിരിക്കും. VFX ഒക്കെ പുള്ളി അത് ബ്ലെൻഡ് ചെയ്ത് പോയേക്കുന്നതാണ്. നമ്മളെ നല്ല രസമുണ്ട്. നമുക്കൊരു 3D ഒരു എഫക്ട് 3D ഗ്ലാസ് വെക്കാൻ നമ്മൾ കാണത്തില്ല. അതേപോലെ ബ്ലറി ഒരു സാധനം കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പക്ഷെ എല്ലാവർക്കും അതെനിക്കൊന്നും കണക്ട് ആവാൻ തോന്നില്ല. പക്ഷെ നമുക്ക് അത്യാവശ്യം അതവര് അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. നമ്മുടെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ കോമഡിയും കിടിലൊക്കെ. പക്ഷെ ഈ കൽക്കി വന്നപ്പം കുറച്ച് പക്ഷെ കൽക്കി CG നല്ല കിഡിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയില്ല. കൊടുത്ത പൈസ ചില ഏരിയ നമ്മളെ പുള്ളിയുടെ ഫേസ് ആ സാധനങ്ങൾ മഹാഭാരത സമയത്ത് ഇതൊന്നും പറയാൻ ബഡ്ജറ്റിന് 600 കോടിക്കകത്ത് ഒന്നും പോലും വേസ്റ്റ് ആക്കിയിട്ടില്ല. കറക്റ്റ് യൂട്ടിലൈസേഷൻ. ഭയങ്കര ഓവർ ഡയലോഗ് അല്ല, അത് ഡയലോഗാണ്. മലയാളത്തിൽ വന്നപ്പോൾ നമുക്ക് അതിന്റെ ക്രിഞ്ച് കോമഡി ചില സാധനങ്ങൾ. പിന്നെ അത് പറഞ്ഞപ്പോഴാ ഈ പ്രഭാസിന്റെ ഇൻട്രോ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചുമ്മാ അത് നോർമൽ ക്രിഞ്ച്. വെറുതെ പ്ലേസ് എവിടെങ്കിലും നിർത്തി കുഴപ്പമില്ല. ഇതൊരു അതോ മറ്റേ ബുജി ഇങ്ങനെ പുള്ളിയുടെ മറ്റേ പുലിമുരുകിന് ബാഹുബലിക്കത് തീ വെച്ചിട്ട് കട്ടപ്പ എന്ന് പറയത്തില്ലേ, അതേപോലെ പറയാ. പക്ഷെ അത് നമുക്ക് ഇമ്പാക്ട് ഉണ്ടായിരുന്നു. പക്ഷെ പടം സെക്കൻഡ് ഹാഫ്
ഇന്റർവൽ പഞ്ച് വിട്ട സാധനം ആദ്യത്തെ ഒരു മണിക്കൂർ പോകാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുവായിരുന്നു. എന്ത് പക്ഷെ അത് കഴിഞ്ഞ് പടം എനിക്ക് പടം രണ്ടാമത് കണ്ടപ്പോഴും ഞാൻ ആവേശം കണ്ടപ്പം അവർ പറയാം, എല്ലാരും പറഞ്ഞല്ലോ ആവേശത്തിന് സെക്കൻഡ് ഹാഫിന്റെ ഒരു പകുതി കുറച്ചൊരു പോഷൻ ആ ചെക്കന്മാരെ പോകുന്ന സമയത്ത് ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. രണ്ടാമത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തില്ല. രണ്ടാമത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തില്ല. ചിലപ്പോൾ എനിക്ക് അങ്ങനെ കണ്ടാൽ കൊള്ളാം, ചിലപ്പോൾ രണ്ടാമത് കാണുമ്പം ചില സീനുകളൊക്കെ നമുക്ക് ഓർമ്മ കിട്ടുമല്ലോ, ചിലപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമല്ലോ എന്ന് വിചാരിച്ച് രണ്ടാമത് കണ്ടു. പക്ഷെ സെയിം ലാഗ് ഉണ്ട്. പക്ഷെ ലാഗ് പോകുന്നത് കമൽഹാസന്റെ സീൻ എനിക്ക് ഫസ്റ്റ് ഹാഫിൽ ആ സീൻ ഭയങ്കരമായിട്ട്, അതായത് പുള്ളിക്ക് ആ ഒരു സീനേ ഉള്ളൂ, അത് വെടിപ്പായിട്ട് ക്യാരക്ടർ എന്താണ്, സെക്കൻഡ് വരവ് പൊളിക്കുമായിരിക്കും. സുപ്രീം യഷ്കിൻ എന്താണെന്നുള്ള സാധനം എടുത്തതിനകത്ത് വെച്ചിട്ടുണ്ട്. സുപ്രീം യാസ്കിൻ ഏത് ക്യാരക്ടറായിരിക്കും മഹാഭാരതത്തിൽ അല്ല, ഇനിയും കുറെ കണക്ഷൻ വരും, ഇനിയും ക്യാരക്ടേഴ്സിന്. അതാണ് ഈ പടത്തിന് ഞാൻ പറയുന്നത്. ഞാനൊരു വീഡിയോക്ക് എന്താ പറയുക, കലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാ പുള്ളി ഫുള്ള് അങ്ങനെ ഒരു അവസാനം കാണിച്ചേക്കുന്നത്. ഒന്നിൽ കൂടുതൽ പടം ഉണ്ടെന്നല്ലേ എനിക്ക് തോന്നുന്നു ആ പ്രഗ്നന്റ് ആയിരുന്ന കുട്ടി വന്നു കഴിയുമ്പോഴാണ് ബാക്കി അല്ല എനിക്ക് ഈ പടം ഇങ്ങനെ പോയാലും ഇവര് ഈ മഹാഭാരതത്തിനെ ബ്ലെൻഡ് ചെയ്ത സാധനമാണ് ഇതിനെ കേറ്റുന്നത്, പടത്തിന്റെ ഹൈപ്പ് കേറ്റുന്നതാ. ഇപ്പൊ തന്നെ പ്രഭാസിന്റെ ക്യാരക്ടറിനെ നമ്മൾ കൈയടിക്കുന്ന എങ്ങനെ ആ കർണന്റെ സാധനം അത് കേറുമ്പോഴാണ് അതൊരു കിട്ടില്ല. അല്ല മറ്റേ എന്താ പറയുന്നത്, ഏതാ നമ്മളിപ്പം കഥ പറയുമ്പോ അതെ സ്പോയിലർ ഉണ്ട്. ഇപ്പൊ എല്ലാരും അതൊന്നും കുഴപ്പമില്ല, പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളിൽ പറഞ്ഞിട്ട് നമുക്ക് ഈ മനസ്സിലാവാത്ത സാധനം ഉണ്ടല്ലോ, കണക്ട് ആയില്ല എന്ന് പറയുന്ന സാധനം, അത് എനിക്ക് തോന്നുന്നു കൂടുതലും ഓഡിയൻസ് വൈസ് ആണ് നമുക്കത് കിട്ടാത്തത്. ഇപ്പൊ തെലുഗു ഓഡിയൻസിന് അത് നല്ലപോലെ കണക്ട് ആവും. പ്രഭാസിന്റെ ആ കോമഡി ആ ഒരു സാധനം അവർക്ക് കണക്ട് ആവും. അല്ലെങ്കിൽ ചിലരുടെ ആ ക്യാമിയോ ഒക്കെ വന്നിട്ട് ചില കോമഡി സാധനങ്ങൾക്ക് അവർക്ക് വർക്കൗട്ട് ആവും, നമുക്ക് വർക്കൗട്ട് ആവത്തില്ല. അത് മേ ബി മലയാളി ഓഡിയൻസ് വെച്ചിട്ട് അത് നമുക്ക് കണക്ട് ആവാത്തതാണ്. നമ്മളുടെ കുറെ പടങ്ങളൊന്നും അങ്ങനെ എല്ലാ ഓഡിയൻസിലോട്ട് എത്തിയില്ല. എത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ഞുമല് എല്ലാവരും അത് കണക്ട് ആക്കി, എല്ലാ റീജിയൻ ലാംഗ്വേജുകളും കണക്ട് ആയി. മഞ്ഞുമല് പടമൊക്കെ പക്ഷെ മൊത്തം പ്രശ്നമൊക്കെ അതൊക്കെ പക്ഷെ മഞ്ഞുമല ഒരു ഇതായിരുന്നു, ഒരു എന്താ പറയാ, എല്ലാരും ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിലും തെലുങ്കിലും ഞാൻ മഞ്ഞുമല് കാണാൻ പോകുന്നത് ഇറങ്ങിയിട്ട് 2 ദിവസം കണ്ടു. എന്റെ ഒരു കൂട്ടുകാരൻ സിനിമയ്ക്ക് പോയി. ഞാനോട് ചേട്ടാ പടം കണ്ടാ കാണാൻ ഞാൻ പോട്ടെ, എടേ കൊള്ളത്തിലടേ പന്ന പടം, ഇതാണോ പടം ഇങ്ങനെ പറഞ്ഞു. ഞാൻ പോകുന്ന കാര്യമില്ല. അപ്പം എന്റെ കൂട്ടുകാരനെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ പോകാൻ പ്ലാൻ ചെയ്ത് പോയതാ. എനിക്ക് കിഡിലോട്ട് ഇഷ്ടപ്പെട്ടു. അവസാനത്തെ സീനൊക്കെ പൊങ്ങിയൊരു സീനൊക്കെ ഞാനിട്ട് അവനെ വിളിച്ചു, ചേട്ടാ നീ ഈ പടം നീ കൊള്ളത്തില്ലല്ലോ. പിന്നെ അവന് മേലെ ഒരു പടത്തിന് വിളിച്ചിട്ടില്ല. അല്ല എനിക്കും ചിലര് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പെട്ടെന്ന് തീർന്നു, പടം പെട്ടെന്ന് തീരും. അതായത് ആ ഒരു ഫസ്റ്റ് സീൻ കുറെ കഴിഞ്ഞിട്ട് ആ ഒരു സർവൈവലിന്റെ പിന്നെ സാധനത്തിലേക്കാ പിന്നെ പോകുന്നത്. ട്രിപ്പ് പോകുന്നതിന്റെ ഒരു സാധനത്തില് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ സർവൈവലിന്റെ പെട്ടെന്ന് പടം തീരും. പടം കുറച്ചേ ഉള്ളൂ, 2 മണിക്കൂർ കണ്ടല്ലേ ഉള്ളൂ, 2.5 മണിക്കൂർ. നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ്. ഇപ്പൊ മറ്റേ മലയും കുഞ്ഞായാലും മലയും കുഞ്ഞ് പെട്ടെന്ന് തീർന്നൊരു പടമാണ്. ഭയങ്കര കുറച്ച് റൺ ടൈം കുറവാ, എന്നാലും നമുക്കത് നമ്മൾ അതിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് നമ്മൾ അത് ഇതായി പോകും, അത് കണ്ടിരുന്നു പോകും. സോ പിന്നെ കൂടുതൽ ആൾക്കാർക്ക് ഇച്ചിരി ഇഷ്ടപ്പെടാത്തൊരു ജോണറായി സർവൈവൽ ത്രില്ലർ എന്ന് പറയുന്നത്, ഇച്ചിരി അഴിക്കലും. പക്ഷേ മഞ്ഞുമൽ ബോയ്സ് അത് കുറെ ഫ്രണ്ട്സ് ചേർന്ന് ട്രിപ്പ് പോവാന്നൊരു സാധനം വരുമ്പോ മോറോവർ എല്ലാവർക്കും അത് കണക്റ്റഡ് ആവുന്ന ഒരു സാധനമാണ്. പക്ഷെ മലയും കുഞ്ഞ് കണക്ട് ആവാഞ്ഞതും സെക്കൻഡ് ഹാഫ് ആ ഒരു ഡ്രാമ ടൈപ്പ് ഇത് നമ്മുടെ ഫഹദിനെ മാത്രം കാണിച്ചോണ്ടിരിക്കുന്ന സാധനമാണ്. ഇതിപ്പം ഫ്രണ്ട്സ് അവർക്ക് നമ്മളൊരു ബോണ്ടിങ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പണ്ടത്തെ കുറെ പാസ്റ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങള് കാണിക്കുന്നതൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒരു സമയത്ത് വന്ന് പെട്ടെന്ന് ഈ കുറച്ച് സ്റ്റേറ്റിനെ ഫുൾ ഇതാക്കിയതാ ഈ പ്രേമം എന്ന് പറയാ സിനിമ. അത് കഴിഞ്ഞ സമയത്ത് വന്നപ്പോഴേ ഭയങ്കര ട്രെൻഡ് സെറ്റർ എന്തായിരുന്നു, വെള്ളം കൊണ്ട്
കറുത്ത ഷർട്ട് മഞ്ഞുമല ഇറങ്ങിയപ്പോ ട്രെൻഡ് ട്രിപ്പാ. ഇവിടെ അതിലെ പാട്ട് റീൽസ് ഫുള്ള് ട്രിപ്പേ ഉള്ളൂ. ട്രിപ്പ് മാത്രം കണ്ടു നമ്മളൊക്കെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്താ നടക്കത്തില്ല. അല്ല ഇതിപ്പം ഇപ്പൊ ഒരു എല്ലാരും സാധാരണ നമ്മൾ ഒരു +2 കഴിയുമ്പോഴത്തേനും +2 ആകുമ്പോ തന്നെ നമ്മളെല്ലാരും ട്രിപ്പ് പോകും. ഫസ്റ്റ് പ്ലാൻ എടുത്ത് എന്ത് സാധനം ഫസ്റ്റ് ട്രിപ്പ് പോകാൻ നമ്മൾ ചെയ്യുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഇപ്പോഴും എന്റെ ഫോണിൽ കിടപ്പുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഞാനായിരിക്കും എന്നെ ഏറ്റവും അവസാനം ലെഫ്റ്റ് ആവേണ്ടത്. ഞാനിതുവരെ ലെഫ്റ്റ് ആയിട്ടില്ല. എത്ര ഗ്രൂപ്പ്. അതല്ല അളിയ നമുക്ക് ഗ്രൂപ്പ് തുടങ്ങാം, എല്ലാവരുമായിട്ട് കമ്പൈൻ ചെയ്തൊരു സാധനം ഡിസ്കസ് നടത്തണം. ഒരു ഗ്രൂപ്പ് തുടങ്ങും, ചെറു കഴിയുമ്പോ അടുത്ത ഗ്രൂപ്പ് തുടങ്ങി എത്രണ്ണാടാ അങ്ങനെ ഒരു സാധനമുണ്ട്. എനിക്ക് തോന്നുന്നു അന്ത്യചർച്ചകൾ ഗ്രൂപ്പിലെ ചർച്ചകളാണ് കൂടുതൽ നടക്കുന്നത്. ഒന്നോർത്ത് കഴിഞ്ഞാൽ ഞങ്ങള് ഞാൻ ഡിഗ്രി സമയത്ത് ട്രിപ്പ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഒരു കോർഡിനേറ്റർ എന്തെങ്കിലും കാണണം. മെയിൻ ആയിട്ട് ഒരു കോർഡിനേറ്റർ എന്തെങ്കിലും കാണണം. ഒന്നിൽ കൂടുതലായി കഴിഞ്ഞാൽ തീർന്നു. അവസാനം അവനായിരിക്കും. ഞങ്ങളുടെ കോളേജിൽ പണി കിട്ടിയത്, ഞങ്ങൾ കോളേജിൽ എല്ലാരും ട്രിപ്പ് പോയിട്ട് ലാസ്റ്റ് നമുക്ക് അടിപൊളിയായിട്ട് പോകാൻ ഞങ്ങൾ പ്ലാൻ ചെയ്ത് അവസാനം എക്സാം ആയിട്ട് ഇറങ്ങി. പൂർവ്വം പറ്റിയില്ല. അല്ല ഇതിപ്പം കോളേജ് ട്രിപ്പ് അത് വേറൊരു ഇത്. നമ്മളല്ലാതെ ഫ്രണ്ട്സ് ആയിട്ട് പോവാന്നൊരു സാധനം അതൊരു വേറൊരു വൈബാണ്. പോയി കഴിഞ്ഞാണ് വേറൊരു വൈബാണ്. അത് ഈ കൊറേ ഗ്രൂപ്പ് തുടങ്ങി ടൈം എടുത്ത് സ്ഥലം കണ്ടുപിടിച്ചാൽ തലേ ദിവസം തീരുമാനിക്കും പെട്ടെന്ന് ട്രിപ്പ് പോയത്. അച്ചൻകോവില് ഞങ്ങൾക്ക് സ്ഥലം പോലും അറിയത്തില്ല. 11:30 പറഞ്ഞു. 11:30 ഇറങ്ങി. അങ്ങനെയുള്ള ട്രിപ്പുകളെ നടക്കത്തുള്ളൂ. മഴ നനഞ്ഞു പോയി. ഞങ്ങൾ കോന്നി ചെന്നിട്ടേ അവിടെ ചെന്നിട്ട് അറിയുന്നത് 40 കിലോമീറ്റർ കാടിനകത്തൂടെ പോകണം. ഒരു ഐഡിയ ഇല്ല. പക്ഷെ അങ്ങനെയുള്ള നമ്മള് അൺഎക്സ്പെക്ടഡ് ആയിട്ട് പോകുന്ന അല്ലെങ്കിൽ തീരുമാനിക്കുന്ന ട്രിപ്പുകളെ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ 2 ദിവസം മാക്സിമം 2 ദിവസം അതിൽ കൂടുതൽ ആയി കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് പോയത് ഭയങ്കര ഉറപ്പായിരുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നേരെ ചെന്ന് അവിടെ ചെന്നിട്ട് ഞങ്ങൾ അറിയുന്നത് കാടിനകത്തൂടെ അവിടെ ചെന്ന് ഫോറസ്റ്റ് ചെയ്ത് നമ്മുടെ പേരൊക്കെ അന്നേരം ഞങ്ങൾ അറിയുന്നത് 40 കിലോമീറ്റർ കാട്. അമ്പലത്തിൽ പോകുന്ന വഴിയാ, കടയിൽ നടുക്കൂടാ പോകുന്നത്. ഫുള്ള് കുറച്ച് ഭയങ്കര ഓഫ് റോഡ്. പക്ഷെ ആ റൂട്ട് മൊത്തം നമുക്ക് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. തെന്മല ആ റൂട്ടെല്ലാം നമുക്ക് ആ ഒരു സാധനം പിടിക്കാമല്ലോ. തെന്മല ക്ലാസ്സും കട്ട് ചെയ്ത് അന്ന് ക്ലാസ് ഉണ്ടായിരുന്നു തോന്നുന്നു. ഞങ്ങൾ +2 പഠിക്കുക. എനിക്കൊന്ന് കലോത്സവം സമയം കണ്ട ഷിബിന്റെ AKSPA ഉണ്ട്. കേരള അതില് ഇവരുടെ സ്കൂളിൽ അല്ലെങ്കിൽ തന്നെ ഞാനില്ലായിരുന്നു. ഷിബിന്റെ അസോസിയേഷനും കൂടെ എന്നെ ഉൾപ്പെടുത്തി ടൂറിന് പോവാ. ട്രിപ്പ് പോവുക. +2 പഠിക്കാൻ അല്ലെങ്കിൽ എന്നെ അങ്ങനെ വീട്ടിൽ നിന്നും വരത്തില്ല. ഷിബിൻ ഓക്കെ നമുക്ക് സെറ്റ് ആക്കാം. അതും ഈ പറഞ്ഞിട്ട് അൺഎക്സ്പെക്ടഡ് കേട്ടോ. പെട്ടെന്ന് അതായത് ഭയങ്കര, അതായത് ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച തീരുമാനിച്ച് നമ്മളങ്ങനെ എല്ലാം സെറ്റാക്കി പ്രിപ്പയർ ആക്കി ഒന്നുമല്ല. ഒരു ദിവസം പറഞ്ഞു, പിറ്റേ ദിവസം വണ്ടി സെറ്റ് ചെയ്തു. നമ്മുടെ കൂട്ടത്തിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരന് ലൈസൻസ് ഉണ്ട്. അപ്പം പുള്ളിക്കാരൻ ഒരു ഇന്നോവ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് റെഡിയാക്കി. അങ്ങനെ പക്ഷെ അതൊക്കെ അപ്പൊ ഇല്ല പറഞ്ഞോട്ട് അങ്ങനെ ഒരു വണ്ടി കിട്ടുന്ന ഒരു ഏരിയ. അപ്പൊ അല്ലെങ്കിൽ ബാക്കി എല്ലാവരും ബൈക്കിലായിരിക്കും പോകുന്നത്. കാർ കിട്ടുമെന്ന് നമുക്ക് എല്ലാവർക്കും ഒറ്റ ഒരു മൈൻഡിൽ ഇന്നോവ സെറ്റാക്കി. ഓക്കെ സെറ്റാ പോവാ. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല, ആരും വീട്ടിൽ പറഞ്ഞിട്ടില്ല. സ്കൂളിൽ പോകാൻ വേണ്ടി പറഞ്ഞു. പുള്ളിയുടെ അമ്മ ബാക്കിൽ ഇപ്പോണ്ട്, ക്യാമറയുടെ പുറകിൽ ഇപ്പോണ്ട്. ഞങ്ങള് തെന്മല ട്രിപ്പ് പോവാ, വീട്ടിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ വീട്ടില് സ്കൂളിൽ പോവാ. സ്കൂളിൽ അന്ന് സ്കൂളിൽ കലോത്സവത്തിന്റെ ഒരു സാധനം വെച്ചിട്ട് ഞങ്ങൾക്കൊന്നും പരിപാടിയില്ല. പിറ്റേന്ന പ്രോഗ്രാം അന്ന് നാടകം പരിപാടി അല്ലെങ്കിൽ ചണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഈ ഗ്രൂപ്പിലുള്ള ആർക്കും പരിപാടിയില്ല. പുത്തൻമല വിടാം, സെറ്റ് നമുക്ക് പോവാം. കാറുണ്ട്, സെറ്റാണ്. എണ്ണ അടിക്കാനുള്ള കാശുള്ളൂ. നമുക്ക് പറഞ്ഞിട്ട് വലിയ പോക്കറ്റ് മണിയൊന്നും നമ്മുടെ ഇല്ല. ഓക്കെ പോവാം. ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ ഒരു 9:30 ആയപ്പോൾ തെന്മല ചെന്ന് എക്കോ ടൂറിസം ആണല്ലോ അവിടെ ഉള്ളത്. ട്രിപ്പ് പോയി കറക്റ്റ്. എനിക്കിപ്പോഴും മഞ്ഞുമല്ല സീൻ മറ്റേ ആ ബോട്ട് വണ്ടി വടക്കര നിൽക്കുന്ന പറയുമ്പോൾ എനിക്കത് ഓർമ്മ വരുന്നത്. അതുപോലെ ബാക്ക് ചെയ്ത് അലമ്പുണ്ടാക്കുന്നവരുണ്ടായിരുന്നു.
നമ്മളങ്ങനെ ചെന്നു, ചെന്നു. തെന്മല ചെന്നു. ഒരു 9 രാവിലെ 9:30 ആയപ്പോൾ തെന്മല ചെന്നു. സ്കൂൾ അറിയത്തില്ല, വേറെ ആർക്കും അറിയത്തില്ല, ആർക്കും എന്റെ അറിയത്തില്ല. വീട്ടിലറിയത്തില്ല. എനിക്ക് നീ പറഞ്ഞിട്ടുണ്ടോ അല്ലേ? ഞാൻ പറഞ്ഞില്ല, ഞാൻ യൂണിഫോമിലാണ് വന്നിട്ട് യൂണിഫോം രാവിലെ ക്ലാസ് ഞാൻ അങ്ങനെ എന്നിട്ട് ഞങ്ങൾ ചെന്ന് ആകെ എന്റെ എന്തുകൊണ്ട് ഒരു പൊതിച്ചോറും 200 രൂപയും. അതുകൊണ്ടാണ് ശരിയാ. അങ്ങനെ ഞങ്ങളില്ല പറഞ്ഞതിന്റെ വിട്ട് ഇറങ്ങി, തന്നെ ഇറങ്ങി. എനിക്കെന്തോ ഒരു ഫീല്, എന്തോ പ്രശ്നം ഉണ്ടതാന്നുള്ളത്. അപ്പൊ തന്നെ എല്ലാവർക്കും കുറ്റാലം പോണം, കുറ്റാലം പോണം. ബോർഡർ ചെന്നിട്ട് ബോർഡർ പൊറോട്ട എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ബൺ പൊറോട്ട അല്ല, ബോർഡർ പൊറോട്ട എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു കടയുണ്ട്, അറിയത്തില്ല എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്തുവായാലും ഞങ്ങൾ അവിടെ പോയില്ല. പോയതിന്റെ കഥ പറയാം. ഞങ്ങള് ഇറങ്ങി കാറിന്റെ അവിടെ ചെന്നപ്പോ സുഹൈൽ തലേ കൈവച്ചുകൊണ്ടിരിക്കുന്നു, കൂട്ടുകാരൻ. ചെന്നപ്പോ ഞാൻ കൂട്ടുകാരൻ തലേ കൈവച്ചുകൊണ്ടിരിക്കുന്നു. എന്താ പ്രശ്നം പറഞ്ഞ അടാ വണ്ടിക്ക് എന്തോ ഒരു മിസ്സിങ്. ഞാൻ പറഞ്ഞു കാര്യം പറയാം, വണ്ടി പഞ്ചറായ അല്ലടാ, വണ്ടിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും, നോക്കാം. കേറി കാറിനകത്ത് കയറി നോക്കിയപ്പോ എന്തോ പ്രശ്നം, വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട്, ക്ലച്ച് കരിഞ്ഞു പോയി. വണ്ടിയുടെ ക്ലച്ച് കരിച്ചോ, സത്യമായിട്ട് ക്ലച്ച് കരിഞ്ഞു പോയി. ഞാൻ വിചാരിച്ചാ ഇതാരോ പണിഞ്ഞ എന്തോ ഈ പറയുന്നതിന് കൂട്ടി. ഞങ്ങള് വണ്ടി ഒന്ന് എടുത്ത് എന്തായാലും മുമ്പോട്ടാണല്ലോ പോണ്ടത്. പിന്നെ ആരുടെ കരിക്കുന്നത്? എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വണ്ടി കയറാൻ വരും. അളിയ ചെറിയൊരു പ്രശ്നമുണ്ട്, അതല്ല, ഇത് ഇറങ്ങി ഞങ്ങള് കുറച്ച് വണ്ടി ഒരു 10 മീറ്റർ മുമ്പോട്ട് പോയി. എന്ന് വെച്ചാൽ പോണല്ലോ, നമുക്ക് കുറ്റാലം പോണമല്ലോ, വെള്ളച്ചാട്ടം കാണാൻ പോണല്ലോ, എന്തുപോയാലും പ്രശ്നമില്ല. വണ്ടി മുമ്പോട്ട് പോയി തുടങ്ങി. ഫസ്റ്റ് എന്തുപോലും ക്ലച്ച് അതിനകത്തങ്ങ് വീണ് വെസ്റ്റ് എടുത്താണ് വിട്ടും വണ്ടി മുമ്പോട്ട് പോയി. വണ്ടി മുമ്പോട്ട് കറക്റ്റ് ചെന്ന് നിന്നത് ഒരു വർക്ക്ഷോപ്പിൽ. കറക്റ്റ് ചെന്ന് നിന്ന് ഞാൻ പറഞ്ഞു, ഇനി ഇവന്മാർ വല്ലതും ആണോ പണി? കോയിൻസിഡൻസ്, അത് കറക്റ്റ്. അതും വണ്ടി ഇടിച്ചിടിച്ച് നിന്നത് ഇവന്മാർ ഇറങ്ങി വന്നു. എന്താ മക്കളെ പ്രശ്നം? നമ്മളെന്നാലും +2 പഠിക്കുക, അറിയത്തില്ല ചേട്ടാ, എന്തോ പ്രശ്നം അറിയത്തില്ല. ചേട്ടാ ഞാൻ അത് വിചാരിച്ച അള്ളു വെച്ചിട്ട് ടയറിനകത്ത് പ്രശ്നം വന്നു. പിന്നെയാണ് ഇങ്ങനെ സ്മെല്ല് അടിക്കുന്നുണ്ട്, സ്മെല്ല് നമുക്ക് വരുന്നുണ്ട്. അപ്പം അവർ കൺഫേം ആക്കി ഇത് ക്ലച്ച് കരിഞ്ഞ. അങ്ങനെ ഇവർ പറഞ്ഞതിന് വിട്ട് റെഡിയാക്കി തരാം പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. എത്ര ചേട്ടാ മോനെ 4000 സംതിങ് രൂപയാവും. ഈ 4000 എന്ന് പറയുന്ന സാധനം എന്റെ ജന്മത്തിൽ ഞാൻ കണ്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, ആകെ ഞങ്ങളുടെ ഉള്ളത് പൊതിച്ചോറ് 200, പിന്നെ ഉള്ളത് പൊതിച്ചോറ് 200. ഞങ്ങള് പിന്നെ ചെയ്ത കാര്യം എന്തെന്ന് വെച്ചാൽ ആരും വിശ്വസിക്കത്തില്ല, ഞങ്ങള് വണ്ടി തള്ളി. വണ്ടി മീൻസ് എടാ ഇറക്കം പിന്നെ സ്ട്രെയിറ്റ് റോഡ്, വണ്ടി ഓട്ടോമാറ്റിക് അങ്ങ് പൊക്കോളും. കയറ്റം വരുമ്പോ മൊത്തം തെള്ളണം, അവിടെ മുതല് ഇവിടം വരെ തെള്ളി. വണ്ടി ഓടുന്ന വെച്ചാൽ ഫസ്റ്റ് വീഴുന്നുണ്ട്, പിന്നെ ക്ലച്ച് അമർത്തിയ ഗിയർ പോകുന്നില്ല, ഷിഫ്റ്റ് ആവുന്നില്ല, പിന്നെ മാറുന്നില്ല, ഫസ്റ്റിൽ പോകുന്നുണ്ട്. ഈ പറയുന്നതിന് വിട്ട് നിരപ്പ് കഴിഞ്ഞിട്ട് കയറ്റം എല്ലാം തെള്ളി. അത് വേറെ കോമഡി എന്തുവാ, ഒരു കടയില്ല, ഒരു വീടില്ല, ഒന്നുമില്ല. ആകെ കുറച്ച് കാണുന്നത് കുറച്ച് KSRTC, കുറച്ച് വണ്ടികളും. അല്ല അപ്പൊ ഈ ഫസ്റ്റിലായപ്പോ കയറ്റം കയറൂലേ? എന്ത് ഫസ്റ്റിലല്ലേ? കേറുന്നില്ല, അങ്ങോട്ട് വലിക്കുന്നില്ല, വലിക്കുന്നില്ല. എല്ലാരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞങ്ങള് ഏതാണ്ട് 9 പേരെ ഉണ്ടായിരുന്നു, 9-10 പേരെ. ഈ കയറ്റോണ്ട് തെള്ളി കഴിഞ്ഞ് വണ്ടി കയറുമ്പോ ഒരു ആശ്വാസം. പിന്നെ ഇത് പ്രാർത്ഥിക്കും, കയറ്റൊന്നും വരില്ല. അവസാനം ഞങ്ങള് കൊറേ തള്ളി ഏതോ ഒരു തെറ്റിയപ്പം ഒരു വീടാണോ ഒരു മാർക്കട പോലെ ഒരു മാടം, അവിടെ കയറി ഞങ്ങള് വെള്ളമൊക്കെ കുടിച്ച്. അപ്പോഴും ഞങ്ങളുടെ ഉള്ളത് ഒരു പൊതിച്ചോറും 200 രൂപ. ശിവനൊന്നും കണ്ടുന്നില്ല, ശിവന് പൊതിച്ചോറൊന്നുമില്ല. എനിക്ക് ഞാനും അജീഷ്, നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, സ്കൂളിൽ നിന്ന് ചോറിനാൻ പോവല്ലേ. ഞങ്ങള് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഉണ്ടായോണ്ടേ ഞങ്ങളൊന്നും കൊണ്ടുവരത്തില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇവിടുന്ന് ക്ലാസ് പോകുമ്പോഴേ ഉണ്ണി ഇവിടെ ഉറക്കം കഴിഞ്ഞിട്ട് പോലും കാണത്തില്ല. ശിവൻ വിളിക്കും. രാവിലെ 9:30 ക്ലാസ്സിന് ഇവിടുന്ന് 9:30 കഴിയുമ്പോഴേ ഇറങ്ങുന്നേ. മറ്റേ സാധാരണ മറ്റേ ഗ്രൂപ്പിനകത്തെ ശിവനാണ് മണിയനാണ്, സോറി ശിവനാണ് അരുണാണ്, ഞങ്ങൾ രണ്ടുപേരും ഇടും. എടാ ഇന്ന് പോന്നോ? ഇല്ലടാ, ഞാനും പോകുന്നില്ല. അല്ല ഇപ്പം ട്രിപ്പിനാരും പറഞ്ഞോ. അങ്ങനെ തള്ളി ഒരു പരുവായി. ഇപ്പോഴത്തേനും വണ്ടി ഒന്ന് തണുത്തു. വണ്ടി കുറെ നമ്മൾ ഓടിക്കാതിരുന്നിട്ട് വണ്ടി ഒന്ന് തണുക്കുമല്ലോ. വണ്ടി തണുത്തപ്പോഴത്തേനും വണ്ടി ഇച്ചിരി ഒരു ഫോമായി. ഏകദേശം ഞങ്ങള് പുല്ലൂരും കഴിഞ്ഞ്, സത്യം കളിയാ, തെന്മലയിൽ നിന്ന് ഞങ്ങൾ പുല്ലൂരും കഴിഞ്ഞ് കുറെ തള്ളി. അത് സിറ്റി ആയപ്പോഴത്തേനും
നന്നാക്കാൻ പറ്റുമോ? ആരുടെ കൊണ്ട് കാശ്? ആകെ എണ്ണി പറക്കിയത് 500 രൂപ കിട്ടും എല്ലാമാരുടെ കയ്യിൽ നിന്ന്. എന്തുകൊണ്ട്? ഞങ്ങളുള്ളതിനെല്ലാം എണ്ണ അടിച്ചു രാവിലെ. അവസാനം ഉള്ളമാർക്കെല്ലാം ഫുഡ് കഴിക്കാനും കാശില്ല. അവസാനം എന്ത് ചെയ്തു? പൊതിച്ചോറ് എടുത്ത് ഈ പൊതിച്ചോറ്, അതാണ് ഈ പൊതിച്ചോറ് എടുത്ത ഫുഡ് കഴിച്ച്. പിന്നെ പറ്റുന്നവരൊക്കെ അല്ലാതെ എന്തെങ്കിലും വെള്ളമൊക്കെ സെറ്റ് ആയപ്പോൾ കുടിച്ച് തിരിച്ചു വന്ന് എങ്ങനെയോ ഇല്ല പറയുന്നതിന് വിട്ട്. ഓണർ നല്ലൊരു മനുഷ്യനായിരുന്നു. ഞങ്ങൾ പേടിച്ച്, സത്യം പറഞ്ഞാൽ പേടിച്ച്. അല്ല അതിപ്പോ നിങ്ങളുടെ മിസ്റ്റേക്ക് ആണോ? അല്ലല്ല, നമ്മുടെ മിസ്റ്റേക്ക് ഒന്നും. നമ്മുടെ ആ ഫ്രണ്ട് നല്ലപോലെ വണ്ടി ഓടിക്കാൻ അറിയാം. മറ്റേ പുള്ളി കരച്ചത് അന്നത്തെ ഞങ്ങളുടെ അവസ്ഥ ആലോചിക്കണം. പ്ലസ് 2 പഠിക്കുന്ന കൊച്ചു പയ്യന്മാരാ ഞങ്ങൾ. എനിക്ക് ഉറപ്പാണ് അതിന്റെ ഇടയ്ക്ക് കാണുന്ന പള്ളികളും അമ്പലങ്ങളും എല്ലാം പൈസ ഇടുന്നുണ്ട്. നമുക്ക് ഭയങ്കര ശിവനെ കയറി പ്രാർത്ഥിച്ചെന്ന് തോന്നുന്നു. നമ്മുടെ ഒരു മുസ്ലിം ജമാഅത്ത് ഉണ്ടായിരുന്നു. ജമാഅത്തിലേക്ക് കയറി എന്തൊക്കെയോ ചെയ്ത് നമ്മൾ പറയുന്നതിനോടല്ലേ 2 തെള്ളം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വീണ് ശിവനൊക്കെ അണച്ച് എന്റെ വായിൽ പത വന്നു. മുട്ടം കയറ്റങ്ങളില്ല, നമ്മളാ തെന്മല മുട്ടം കയറ്റങ്ങളില്ലയോ? അയ്യോ, ഇറക്കുമായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു ട്രിപ്പിന്റെ. അതെ അതെ. ഞാൻ പിന്നെ തെന്മല പോയിട്ടില്ല, സത്യമായിട്ട് തെന്മല പോയിട്ടില്ല. പിന്നെ പേടിയാന്ന് എനിക്ക് ആ ഒരു ഏരിയ പോകുമ്പോൾ അതുപോലെ തന്നെ അന്ന് വണ്ടിക്കകത്തിട്ട പാട്ട് ഇപ്പോഴും എന്നെ ഹോണ്ട് ചെയ്യും. ഏതാ അറിയാവോ? തീവണ്ടിക്കകത്തൊരു പാട്ട്, അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എന്തോ ഒരു പ്രശ്നം അടിക്കുന്നത് എനിക്ക് തോന്നിയത്. ഫുള്ള് പ്രശ്നമല്ലേ പാട്ടിന്റെ പ്രശ്നം. ആ സാധനം എനിക്ക് പെട്ടെന്ന് അടിച്ചത്. അങ്ങനെ വീട്ടിൽ പറയാൻ നമ്മുടെ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറെ സാധനമുണ്ട്. പക്ഷെ ഇല്ല, ഫ്രണ്ട്സായിട്ടൊക്കെ ട്രിപ്പ് പോവാ ഒരു വൈബ് തന്നെയാണ്. നമ്മളിപ്പം കൊല്ലം ബേസ് ആയതുകൊണ്ട് കൂടുതൽ നമ്മൾ പോകുന്നത് തിരുവനന്തപുരം. ഞങ്ങള് വേറെ വലിയ ട്രിപ്പ് പോയതാ, മൂന്നാർ. ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ മൂന്നാർ ഫുള്ള് ഇറങ്ങി, വാഗമണ്ണ ഇറങ്ങി തിരിച്ച് വീട്ടിൽ. വിശ്വസിക്കണം, സത്യം. പക്ഷെ വിശ്വസിക്കണം. ഞങ്ങള് തലേന്ന് ഇന്നിപ്പം പോവാന്ന് വെച്ചോ, ഇന്ന് രാത്രി ഒരു 11-12 മണിയൊക്കെ ഞങ്ങൾ ഇറങ്ങി. രാവിലെ മൂന്നാർ ചെന്ന് ചായ കുടിച്ചു. എന്നിട്ട് അവിടെ നിൽക്കി എന്ത് ചെയ്യണം, എങ്ങോട്ട് പോണെന്ന് അറിയത്തില്ല. നമ്മളെല്ലാം ഫസ്റ്റ് ടൈമാ പോണെന്ന് അറിയില്ല. അപ്പൊ ഞങ്ങളുടെ ഇവിടെ ചേട്ടനുണ്ട്, പുള്ളി വണ്ടി എടുക്കുന്നത്. എടാ ഞാൻ വന്നിട്ടുള്ള മൂന്നാറൊക്കെ ഞാൻ ഇഷ്ടംപോലെ വന്നിട്ടുള്ള. കേറ്, നിങ്ങൾ എന്തു കാണണ്ടേ? നമുക്ക് എന്തോ മറ്റേ എന്താ പറയുന്നത്, ഹിൽ സ്റ്റേഷൻ. ടോപ്പ് സ്റ്റേഷൻ വേണ്ട, അതിന് കിടിലൻ സ്ഥലമുണ്ട്. കുറച്ച് പോയാൽ വരയാടിനെ കാണിച്ചു തരാന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. എന്തോ എന്റെ സ്ഥലത്തിന്റെ പേര് എന്തോ പേര് അറിയാം. എന്നിട്ട് ഞങ്ങൾ പോയി, കുറെ പോയി, കുറച്ച് വെള്ളം പറഞ്ഞാ കുറെ, ഒരു 10-20 കിലോമീറ്റർ കൂടുതൽ പോയി. ഇവിടെ വന്ന് നിന്നപ്പോ ഒരു വലിയൊരു വെച്ചിട്ടുണ്ട്, മറ്റേ അതിന്റെ അകത്തോട്ട് കയറണമെങ്കിൽ പാസ് വേണം. വണ്ടി കുറച്ചുകൂടെ ഫ്രണ്ട് കണ്ടോ, ഇവിടെ പൈസ എടുത്ത് നമുക്ക് വരയാടിനെ കാണാം. കണ്ടല്ലോ, അത് തിരിച്ചോ? ഓക്കെ തിരിച്ചു വന്നു. ഫുള്ള് കാണുക വണ്ടിക്ക്. തിരിച്ച് മൂന്നാർ ഇറങ്ങി. മൂന്നാർ അതുണ്ടല്ലോ ബസ് സ്റ്റാൻഡിലേക്ക് അവിടെ വന്നു. വാ നേരെ പോ, ഇനി ടോപ്പ് സ്റ്റേഷന് വഴി പോ. കൊറേ പോയിട്ട് ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കി. ടോപ്പ് സ്റ്റേഷനിൽ പോകണമെങ്കിൽ പിന്നെ അവിടെ 40 കിലോമീറ്റർ കണ്ടിട്ട് വേണ്ട. മേടിച്ചത് അവിടെ ഒരു ഡാം ഉണ്ട്. ഡാമിന്റെ പേര് ഒരു ഡാമാ. കുറച്ചുകൂടെ നേരിട്ട് പോകുമ്പോ ഡാം ഉണ്ട്. കണ്ടല്ലോ, വണ്ടി ഇത്രേ ഉള്ളൂ. അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 12 മണിയായപ്പോ അവിടെ നിന്ന് ഇറങ്ങി. പോയി രാവിലെ ഉച്ചയായപ്പോഴത്തെ മൂന്നാർ കണ്ടു, മൊത്തം കണ്ടു. അവിടുന്ന് നേരെ എന്നിട്ട് വാഗമൺ സെറ്റാണ്. വാഗമൺ എല്ലാവരും ഞങ്ങൾ എന്നപ്പോഴത്തേനും അടച്ച്. ഫുള്ള് കോമഡി. നീ ഒന്ന് ആലോചിക്ക്, ഞങ്ങൾ രാവിലെ ഇല്ലാത്ത പൈസ എല്ലാരും എടുത്തിട്ട് രാത്രി പോയി ഉറക്കവും കളഞ്ഞ് എല്ലാരും വണ്ടി ഓടിച്ച് അവിടെ ചെന്നിട്ട്. പ്രശ്നമൊന്നുമില്ലടാ, രാത്രി ആയടാ വാഗമൺ ചെന്നപ്പോ. അങ്ങനെ ക്ലോസ് ആവും, അങ്ങനെ പിന്നെ കേട്ടത്തില്ല. അവിടെ ഒരു ടിക്കറ്റ് എടുത്ത് കേറുന്ന സ്ഥലം മറ്റേ മൊട്ടക്കുന്നൊക്കെ പോലെ സംഭവം. അവിടെ എത്ര ടൈം കഴിഞ്ഞാൽ കയറ്റാൻ പറ്റില്ല. അങ്ങനെ പോയി ട്രിപ്പ് പോയതാ. എന്റെ പൊന്നോ, വണ്ടി ഓടിച്ച് ലൈസൻസ് ഒക്കെ ഉള്ളത്. വണ്ടി ഓടിക്കാൻ ആർക്കും വണ്ടി ഓടിക്കാൻ 6 പേര് സൈലം അടിച്ചത്.
എല്ലാരും ഉറക്കുവാ. രാത്രി ഓടിച്ചോണ്ട് വന്നവരെ എല്ലാം ഉറങ്ങും. ഞാനൊക്കെ നമുക്കൊക്കെ ലൈസൻസ് എടുത്ത് വണ്ടി ഓടിക്കണമെന്നാ. ഞാൻ ഫസ്റ്റ് ടൈം ഒരു ഇത്ര വലിയ വണ്ടി ഓടിക്കുന്നത്. അയ്യോ, ഞാൻ ആ മൂന്നാറെ കൊണ്ട് ഏറ്റത് കൊണ്ട് വണ്ടിയൊക്കെ നിർത്തി. വണ്ടി എടുക്കാനും വയ്യ, ഇറക്കാനും വയ്യ. അയ്യോ നീ അന്ന് ആദ്യമായിട്ട് അരി ഓടിക്കുന്നത്. അന്ന് അത്ര വലിയ വണ്ടിയൊക്കെ ആദ്യമായിട്ട് ഓടിക്കുന്നത്. അതോ 6-7 പേരുണ്ട്. കോമഡി ആയിരുന്നു. അതായിരുന്നു എന്റെ ഫസ്റ്റ് ഈ കൂട്ടുകാരൊക്കെ ആയിട്ടുള്ള അത്രയും വലിയ ട്രിപ്പ്. വലിയ ട്രിപ്പ് അതായിരുന്നു നിങ്ങളുടെ ലോങ്സ്റ്റ് ട്രിപ്പ്. അതിന്റെ പക്ഷേ സ്ഥലമൊന്നും കണ്ടില്ലെങ്കിൽ നമ്മള് ഞങ്ങളുടെ ചേട്ടന്മാരൊക്കെ അല്ല കൂടുതൽ നമ്മള് ട്രിപ്പ് പോകുമ്പോ സ്ഥലം കാണലിനൊക്കെ കൂടുതൽ കാരണം കിട്ടില്ലായിരുന്നു. പുറത്തിറങ്ങില്ലേ കാറിനകത്ത് ഫുള്ള് വൈബായിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങനെ അത് ആലോചിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ പോകണം എന്നൊക്കെ. അല്ല അതിപ്പോ നമ്മളൊരു ഫ്രണ്ട്സ് ഗ്യാങ് ആയാലും പോകുന്ന വൈബിലാണ് കാര്യം. സ്ഥലം കാണാനുള്ളതിനുപരി നമ്മുടെ സെക്കൻഡറിയാണ് സ്ഥലമൊക്കെ സ്ഥലങ്ങൾ ഇപ്പൊ അങ്ങനെ ചെറിയൊരു സ്ഥലം ഇപ്പൊ അടുത്ത് തുടങ്ങി പോയാൽ നമ്മുടെ ഒരു വൈബ് പിടിക്കുക എന്നുള്ള സാധനം ഉണ്ടല്ലോ. ഫ്രണ്ട്സുമായിട്ടുള്ളൊരു ആ ഒരു മൊമെന്റ് നൈസ് ആക്കുക എന്നുള്ളൊരു സാധനമാണ്. പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കണ്ടില്ലെങ്കിലും ഇപ്പൊ തന്നെ നിങ്ങൾ സ്ഥലം കണ്ടില്ല ചെന്ന സമയം ഒരു 6 മണിയും കണ്ടാടാ. 6 മണി നമ്മൾ തണുപ്പുണ്ട്. അപ്പം ഞങ്ങളുടെ ചേട്ടന്മാരൊക്കെ ഇല്ലാത്ത കാശ് കൊടുത്ത് ഗ്ലൗസ് മറ്റേ എന്താ ഹുഡി എല്ലാം വാങ്ങി കേട്ടോ, സെറ്റർ എല്ലാം വാങ്ങി. ഒരു 9 മണി കഴിഞ്ഞപ്പോ കൊട്ട ചൂട് പറഞ്ഞ ചൂട്. ഈ തണുപ്പെന്ന് പറഞ്ഞിങ്ങനെ നിന്നവരൊക്കെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. രാവിലെ ഞങ്ങൾ കഴിക്കാൻ ബ്രെഡും ന്യൂട്രലേ മറ്റേ സൂപ്പർ മാർക്കറ്റ് പോകുന്നുണ്ട് കേട്ടോ. അവിടുത്തെ പുള്ളി എടുത്തോണ്ട് വന്നതാ ഒരു പാക്കറ്റ് ബ്രെഡും ന്യൂട്രലും തേച്ച് ബ്രെഡ് തിന്ന് ഒരു ചായ. ഇതായിരുന്നു ഞങ്ങളുടെ രാവിലത്തെ ഭക്ഷണം. അതുകൊണ്ട് ഉച്ചക്ക് വാഗവണ്ടി പോയി ചോറ് കഴിക്കുന്നത്. അല്ല ഇത് വേറെ കോമഡി എന്തോന്നോ, ഇത് നമ്മള് പ്ലാൻ ചെയ്യുമ്പോൾ രസമുണ്ട്. പ്ലാനിങ് ടൈം രാവിലെ എന്ത് കഴിക്കും? രാവിലെ നമുക്ക് ഇല്ല പറഞ്ഞുകൊണ്ട് നീ ചപ്പാത്തി കൊണ്ടുപോവാ, ഞാൻ കറി കൊണ്ടുവരാം, അല്ലെങ്കിൽ നീ എടുത്തോണ്ട് പോവാ. നമ്മളങ്ങനെ മാക്സിമം ബഡ്ജറ്റ് സാധനം പിടിച്ചു കഴിഞ്ഞാൽ അതാണ്. ഇപ്പൊ കാശുള്ള അല്ലെങ്കിൽ ജോലിയൊക്കെ കിട്ടിയവര് ട്രിപ്പ് പോവാന്നുള്ള സാധനം വേറെ രീതിയാണല്ലോ. അവര് കുറച്ചുകൂടെ ഇത് ചെയ്യും, എക്സ്പെൻസ് ഒക്കെ അവര് മാനേജ് ചെയ്യും. നമ്മളൊക്കെ എങ്ങനെയാണ്, ഞങ്ങൾ ട്രിപ്പ് പോകുമ്പോഴേക്ക് നമ്മള് പൊതുവെ പിള്ളേര് പോകുന്നവരെല്ലാരും ബ്രെഡ് ജാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്രെഡ് ജാം പഴമൊക്കെ ആയിരിക്കും രാവിലെ മിക്കവാറും കഴിക്കുന്നത്. ഉച്ചക്ക് ചിലപ്പോ അത്യാവശ്യം ലേറ്റ് ആയിട്ട് വണ്ടി ഓടിച്ച് സ്കിപ്പ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഓടി എത്തണ്ടേ. ഞാൻ വൈകിട്ട് കോൾ ചെയ്യാൻ വേണ്ടിട്ട് കൂടുതൽ ടൈമിൽ നമ്മൾ വണ്ടിയിലായിരിക്കും. 1-2 സ്പോട്ടൊക്കെ കവർ ചെയ്യത്തുള്ളൂ. മാക്സിമം നമ്മൾ ബൈക്കിലൊക്കെ പോയി കഴിഞ്ഞാലും 1-2 സ്പോട്ടൊക്കെ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പം ഫുൾ ടൈമും വണ്ടിയിലായിരിക്കും. അപ്പൊ അതിന്റെ ഒരു വൈബ് പിടിക്കുക എന്നുള്ളതാണ് സംഭവം. സ്ഥലം കാണുന്നതിനെക്കാളും ഓർമ്മകളാണ് ഏറ്റവും വലിയത്. പക്ഷെ എന്റെ എന്നാൽ ഇപ്പോഴും ഓർക്കുന്ന ഒരു ഓർമ്മയില്ലയോ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റാത്ത ഓർമ്മയായിരിക്കും. ഞാൻ അങ്ങനെ ഒരുപാട് ട്രിപ്പൊന്നും ഞാൻ പോയിട്ടില്ല. ഒരു വട്ടം നമുക്കത് ഇഷ്ടം, ഐ മീൻ ട്രിപ്പ് പോയി നമ്മളത് ഒരു വട്ടം ട്രിപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ അഡിക്റ്റഡാ. പിന്നെ നമുക്ക് അടുത്തടുത്ത് പോകണം എന്നുള്ള ട്രിപ്പ് പോകണം എന്നുള്ള ഒരു മൈൻഡ്. പക്ഷെ നമ്മുടെ ഗ്യാങ്ങിനകത്തായാലും ട്രിപ്പ് പോവാനുള്ള പ്ലാനിങ് അല്ല, പോയി കിട്ടി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഇത് പോകുന്ന മെയിൻ പ്രശ്നം. ഞങ്ങളൊരു ദിവസം ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഞാൻ ഒന്നുമില്ല, ഞാൻ ഒഴിഞ്ഞു. ഞാൻ ഒഴിഞ്ഞു. അങ്ങനെ അത് പൊതുവെ എല്ലാരും ചെയ്യുന്ന പരിപാടിയാണ്. അയ്യോ ഇത് രാവിലെ ആയിരിക്കും പറയുന്നത്. അതെ, ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. പക്ഷെ വേറെ കോമഡി എന്താന്ന് വെച്ചാല് ഈ ട്രിപ്പ് പൊതുവെ എല്ലാ ഗ്യാങ്ങിലും ട്രിപ്പ് പ്ലാൻ ഇടുന്ന ഒരു ഡേറ്റ് കാണും. ആ ഡേറ്റിൽ ഒരു പട്ടിക്കുറുക്കനും പോകാൻ പറ്റാത്ത സമയമായിരിക്കും. എന്ന് വെച്ചാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഏതോ ഒരു ദിവസം ട്രിപ്പ് പ്ലാൻ ചെയ്ത് ട്രിപ്പ് പ്ലാൻ ചെയ്ത ദിവസം എന്താ പറയുമോ, എലക്ഷൻ. അത് നമുക്കെന്നല്ല, ഒറ്റ മനുഷ്യനൊന്നും ചിലപ്പം ഫ്രീ ആയിരിക്കത്തില്ല. ആ ഒരു സ്ഥാനത്ത് അന്നും പോകത്തില്ല. അന്നായിരിക്കും നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഡേറ്റിന്റെ ഒരു സംഭവമൊക്കെ. അതുപോലെ മറ്റേ മുടി വെട്ടാൻ പോകുന്നത് വെട്ടിയിരുന്ന ആലോചിക്കല്ല പോകും അന്ന് കടയിൽ പോയിട്ട് തിരിച്ചു തരും. എന്തായാലും അങ്ങനെ ഇതൊക്കെ എല്ലാവർക്കും സെയിം അല്ലേ. ഞാൻ ഈ ട്രോളൊക്കെ കാണുമ്പോഴേ ട്രിപ്പിന്റെ സാധനത്തിൽ കൂടുതലും റിലേറ്റബിൾ ആണ്. ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ എല്ലാം റിലേറ്റബിൾ കൂടുതൽ സ്മൂത്തായിട്ട് പോകുന്ന ട്രിപ്പുകളൊന്നും ഇല്ല. എല്ലാത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളാണ്. അല്ല ഇപ്പൊ എല്ലാവരുടെ അതിനകത്തും
കൂടുതലും നടക്കാത്ത ട്രിപ്പുകളാണ്. പ്ലാൻ ചെയ്യുന്ന ട്രിപ്പുകളാണ് കൂടുതലും, പ്ലാനിങ് ആണ്. പ്ലാനിങ് കൂടുതലും. അപ്പോൾ അതിലെ പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് വേണം. ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ മാത്രമേ ഉള്ളതേ ഉള്ളൂ. ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് പ്ലാൻ നീ അടുത്ത ചെയ്യാൻ പ്ലാൻ ചെയ്യാം, എന്നിട്ട് ഓരോരുത്തർ ആഡ് ചെയ്യും. ഇല്ലേ പ്ലാനിങ് ഇല്ല. പോവാണെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പോകണം. അതാണ് കൂടുതലും പോകാൻ പറ്റുന്ന ചാൻസ് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്ടഡ്. ഇപ്പൊ പ്ലാൻ ചെയ്ത് ഇപ്പൊ പോവാ. എന്ത് ഞാൻ നോട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താടാ, അതായത് ട്രിപ്പ് പോകുന്നത് മാക്സിമം നമ്മളിത് പറയുന്നതിട്ട് എൻജോയ് ചെയ്യുക. ഓർമ്മകൾ കുറെയൊക്കെ അല്ലേ പറയുന്നതിന്റെ കൂട്ട് എന്തുവാ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പോകാൻ ശ്രമിക്കുക അല്ലേ ട്രിപ്പുകളിൽ. അൺഎക്സ്പെക്ടഡ് ആയിട്ട് പോകാൻ ശ്രമിക്കാൻ. പ്ലാൻ ചെയ്യാതെ പ്ലാൻ ചെയ്ത് Unexpected ഒരുപാട് ആയിട്ട് പ്ലാനിങ് ആയിപ്പോയി കഴിഞ്ഞാൽ നല്ലൊരു തീരുമാനം നന്നായിട്ടുണ്ടത്. വളരെ മികച്ച. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച സാധനം അതല്ല. അല്ല ഒരുപാട് പ്ലാനിങ് ഇല്ലാതെ ഇല്ല. പെട്ടെന്ന് പരിപാടികൾ ചെയ്താൽ നല്ല നല്ല ട്രിപ്പുകൾ നിങ്ങൾ നടക്കും. ട്രിപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പ്ലാനിങ് മാത്രമായി നടക്കും. ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതെ, പോവാ. സത്യം അതാണ് എന്റെ അനുഭവത്തിൽ. പക്ഷെ ഒരു പ്രശ്നമാണ്, മണി ഈസ് എ മാറ്റർ. മണി ഈസ് എ മാറ്റർ. അതാണ് പിന്നെ മണി കൊക്കിലൊതുങ്ങുന്നത് കൊക്കില് ഒതുങ്ങുന്ന സ്ഥലത്ത് പോവാം. ഇപ്പം ഏതൊക്കെ സിനിമയ്ക്ക് പറയുന്നുണ്ട് എവിടെ പോവാം, കുളുമണാലി, ഗോവ. അവിടൊന്നും വേണ്ട. എടാ നീ ഇതിന്റെ അപ്പുറത്തെ നീ പറഞ്ഞിട്ടുണ്ട് ആമല്ല എന്റെ വീട്ടിൽ അത്രയുള്ള സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധനം. അല്ല, വലിയ ദൂരം പോയി എക്സ്പ്ലോർ ചെയ്യാതെ അടുത്തടുത്ത് കുറെ നമ്മുടെ ജില്ലയിൽ തന്നെ കുറെ സ്ഥലങ്ങളുണ്ട്. കുറെ നമ്മള് കാര്യങ്ങൾ പോവാത്ത ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. നമുക്ക് അങ്ങനെ ഒരു വീഡിയോ അടിക്കണം. കൊല്ലം റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നല്ല നല്ല സ്പോട്ടുകളുണ്ട്. ഇപ്പം അമ്പനാട് എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അമ്പനാട് എസ്റ്റേറ്റ് ഒക്കെ, അതൊക്കെ പോയി കാണുന്നതൊക്കെ നൈസാണ്. തെന്മല കുറെ ഏരിയാസ് ഞങ്ങളത് ഉണ്ട്. കാണാൻ പോയതാ. ആണല്ലേ? അവിടെ ചെന്നപ്പോഴേ ഗേറ്റ് കൂട്ടി. നിങ്ങൾ എവിടെ പോയാലും ഇങ്ങനെയല്ലോ ഇവിടെ. പോയിട്ട് തിരിച്ചു വരുന്നു. അത് മഴയാൻ പോയതാ. തലേദിവസം ഭയങ്കര മഴ. മഴയത്തിരുന്ന് ആലോചിക്കുന്നത് നാളെ ഫുള്ള് മഴയായിരിക്കും. റെയിൻകോട്ടൊക്കെ ഇട്ട് ഇവിടുന്ന് പോയി. രാവിലെ ചെറിയ ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കോട്ട വെയിൽ, പിന്നെ റെയിൻകോട്ടൊക്കെ മഴയത്ത് നനഞ്ഞ് കുളിക്കാൻ പോയി റെയിൻകോട്ട് ഇട്ട് അപ്പം കൂടുതലും പ്ലാനിങ് ചെയ്യാതെ പോകുന്ന ട്രിപ്പുകളാണ് കുറച്ചുകൂടെ മെമ്മറീസ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അത് ശരിയാ, അതെ അതെ. അത് ശരിയാ. ഇവരെ പോലുള്ള മോസ്റ്റ് മെമ്മറീസും നല്ല നിങ്ങളെ പോലുള്ള നല്ല മെമ്മറീസ്. അപ്പം എല്ലാരും ട്രിപ്പ് ചെയ്യാം എല്ലാവരും പോവുക, ഓർമ്മകൾ സൂക്ഷിക്കുക, ഓർമ്മ സൂക്ഷിക്കുക. അതും പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അതെ. അപ്പം ആ നോട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ അപ്പോൾ ബൈ. ബൈ.